ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പോൾ ഉറക്കമാവാറായ സമയമാണ്. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടാമെന്ന്. കാരണം ഞാൻ 2-3 ദിവസമായി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇല്ല. കോട്ടയം പോയ വിശേഷങ്ങൾ 2 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടത്. എൻ്റെ യാത്രകൾ, എൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കോട്ടയത്തൊക്കെ പോയി നമ്മുടെ കുമരകം ബേർഡ് സാങ്ച്വറിയൊക്കെ ഒന്ന് അവിടെ എപ്പോഴും ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാം. അങ്ങനെയാണ് എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം വന്നത്. കുറേ നാളായി വിചാരിക്കുന്നു. അങ്ങനെ മലരിക്കൽ ആമ്പൽപ്പൂവ് കാണാൻ പോയ കൂട്ടത്തിൽ അവിടെയും പോയി. അങ്ങനെ ആ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. കൂട്ടുകാർ വലുതായിട്ടൊന്നും അത് കണ്ടില്ല. കാരണം അതിൽ ചിലപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ അതിൻ്റെ എന്തെങ്കിലും തകരാറുണ്ടായിരിക്കാം. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല നല്ല ഒരു ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ കൂട്ടുകാരും കാണാൻ മറക്കരുത്. അമ്പൽപ്പൂക്കൾ അതൊരു പ്രത്യേക ഒരു സംഭവമാണ്. എല്ലാവർക്കും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ യൂട്യൂബെല്ലാം കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ കഥാപാത്രത്തിൻ്റെ കാര്യം തന്നെയാണ് പിന്നെയും ആളുകൾ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ രേണുസുധിയുടെ കാര്യം. രേണുസുധിയുടെ വീട്ടിൽ മൂത്ത മകൻ ചെന്ന വിശേഷമാണ്. അത് ഇപ്പോൾ തുമ്മിയാലും ഉറങ്ങിയാലും എന്ത് ചെയ്താലും അതാണ് വിശേഷം. ആളുകൾ അങ്ങോട്ട് നോട്ടം ഇട്ടിരിക്കുകയാണ്. ചാനലുകാർ എന്തെങ്കിലും അവർക്ക് കിട്ടും, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും. ഇപ്പോൾ പുതിയ വിശേഷമെന്ന് പറയുന്നത്, അവരുടെ വീടിൻ്റെ മൂലയ്ക്ക് അല്ലെങ്കിൽ ബെഡിൻ്റെ താഴെ എങ്ങാണ്ട് ഇവരുടെ സുധിയുടെ മുമ്പ് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ അവിടെ നിലത്ത് അല്ലെങ്കിൽ വേറെ മാറ്റി വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ഫോട്ടോയും ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവരവരുടേതായ സ്വകാര്യ ജീവിതങ്ങളുണ്ട്. എപ്പോഴും അങ്ങോട്ട് ചെന്ന് അവരെ അത് ചെയ്യുന്നു, ഇവർ ഇത് ചെയ്യുന്നു, അവർ അങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ടല്ലേ, അത് ഇതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് അങ്ങ് ചുമ്മാ അതങ്ങ് അവരെ മേക്കിട്ട് അവരെ അങ്ങ് പറയാനായിട്ട് ആളുകൾ അങ്ങ് തയ്യാറെടുക്കുകയാണ്. ഈ ചാനലുകളാണ് സത്യത്തിൽ എന്തുവാണ് അവരുടെ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അവരുടെ ഇഷ്ടപ്പെട്ട ജോലി നല്ല ആത്മാർത്ഥതയോടുകൂടി അവർ ചെയ്യുന്നു. അവരെ വീട്ടിൽ സാധനങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. അത് ഈ കാണുന്ന ആളുകൾക്ക് എന്താ അതിനകത്ത് കാര്യം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. കാരണം ഓരോ ആളുകൾ ഓരോ കമൻറ്റുകളാണ് പറയുന്നത്. ഓരോ ആളുകൾ പറയുന്നത് ആ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അതെന്തോ വലിയ ഒരു കുറ്റം പോലെയൊക്കെയാണ് പറയുന്നത്. അവർ സ്വയം നടന്ന് അവരുടെ ഓരോ അഭിനയവും എല്ലാം കാഴ്ചവെച്ച് അവർക്ക് കിട്ടുന്നതൊക്കെ എടുത്ത് അവർ അവിടെ പ്രദർശിപ്പിക്കുന്നു. എല്ലാവർക്കും ഫസ്റ്റ് പേഴ്സണാണ് ഇമ്പോർട്ടൻസ്. എപ്പോഴും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കാര്യമല്ലേ പ്രദർശിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളും നമ്മുടെ ഇതുകളും നമ്മളെ നേട്ടങ്ങളും അല്ലേ നമ്മൾ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ അസൗകര്യങ്ങൾ വന്നു കാണും. അതൊക്കെയാണ് കാര്യങ്ങൾ, അല്ലാതെ വേറൊന്നുമല്ല. ആളുകൾ ഇതിങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് ഒരു കുഞ്ഞു കാര്യം അങ്ങ് വലിയ സംഭവമാക്കി വലിയ ഒരു കുറ്റവാളിയാക്കി അങ്ങ് മാറ്റും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് നമുക്കെന്ത് കാര്യം? അവരുടെ വീട്ടിൽ അവരെ വീട്, അവർ താമസിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ, അവരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ നമ്മളെ കൂടെ താമസിപ്പിക്കുന്നത്. അപ്പോൾ അവരെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് അവർ സുഖമായിട്ട് ജീവിച്ച് അവർക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്ത് അവരിങ്ങനെ കൊച്ചുങ്ങളെയൊക്കെ വളർത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ ആളുകൾ അവിടെ ചെന്ന് എത്തി നോക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും ഒന്ന് ഇടും. ഉടനെ തന്നെ അത് ഏറ്റുപിടിച്ച് അങ്ങ് തുടങ്ങും. ഇത് എപ്പോഴും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇത് തന്നെ കാണുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. ആളുകൾക്കൊന്നും വേറെ പണിയില്ലേ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവരെ കാര്യം ചെയ്യട്ടെ. നമുക്ക് കൊള്ളാമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണണ്ട.
അത്രയേ ഉള്ളൂ. അവരവരെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മളെ കാര്യം. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ യാത്രാവിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഷോർട്ടെല്ലാം കുഴപ്പമില്ലാതെ എല്ലാവരും കണ്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടതൊന്നും അത്ര ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി കൂടുതൽ പുതുമയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച്, നേരത്തെ നിന്ന് ഫുഡൊക്കെ കഴിച്ച്. ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ കൂട്ടുകാരെ? ചോറുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു ദിവസം വന്ന വഴിക്ക് ഞങ്ങളിൽ അന്തിപ്പച്ച എന്ന് പറയുന്നൊരു മത്സ്യഫെഡിൻ്റെ മീൻ വിൽപ്പനയുണ്ട് ഈ അയത്തിൽ, ആ സുപ്രീമിൻ്റെയൊക്കെ അടുത്ത്. അവിടെ എല്ലാ ദിവസവും ഈ ലേഡീസ്, മത്സ്യഫെഡിൻ്റെ ലേഡീസ് അവിടെ കൊണ്ടുവന്ന് മീൻ കട്ട് ചെയ്ത്, പലതരത്തിലുള്ള മീനുകളുണ്ട്, നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കാം. അത് കട്ട് ചെയ്ത് കൊടുത്തതാണ് വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന കണ്ണൻ കൊഴിയാള കറി വെച്ചു, ചീരത്തോരൻ, പാവയ്ക്ക മെഴുക്കുവരട്ടി, ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡ്. സന്ധ്യ ആയപ്പോഴേ ഞാൻ കഴിച്ചു. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉടനെ കിടന്ന് ഉറങ്ങുന്നതാണ് നമുക്ക് പല അനാരോഗ്യത്തിനും കാരണം. ഈ ബോഡി വെയിറ്റ് കൂടുമ്പം പ്രഷറും കൊളസ്ട്രോളും എല്ലാം കൂടും. അപ്പോൾ ഇത് സന്ധ്യയ്ക്ക് തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹിക്കുകയും ചെയ്യും. നമ്മളെ ബോഡിക്ക് അതാണ് നല്ലത്. അതുകൊണ്ടാണ് കഴിച്ചത് കൂട്ടുകാരെ. വേറെ വിശേഷമൊന്നുമില്ല. വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ കണ്ടാലല്ലേ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. നാളെ എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും, ചില ആളുകൾക്കൊന്നും നാളെ ജോലിക്കൊന്നും പോകണ്ട. നാളെ പണിമുടക്ക് ദിവസമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അതിൽ എല്ലാവർക്കും പങ്കാളികളായെങ്കിലേ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം, നാളെ നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.